വാ 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 ഇറങ്ങിക്കോ, ചാട്. ആ വാ ഇങ്ങോട്ട്. ഇറങ്ങാൻ പേടിയാണോ? എടുത്തിറക്കണോ നിന്നെ? ആദ്യമായിട്ട് കയറുന്നു, ആദ്യമായിട്ട് ഇറങ്ങുന്ന സീനായത്, മനസ്സിലായോ? അതുകൊണ്ട് പുള്ളിക്ക് പേടി. എടുത്തല്ലേ കയറ്റിയത്, എങ്ങനെ ഇതിനകത്ത് ഇറങ്ങുന്നതെന്നൊക്കെ പഠിക്കാൻ പോവാ. വാ ചാട്, ചാടി. ഓ വാ ഇങ്ങോട്ട്, വാടാ വാ. ഞാൻ പോവാ, വരുന്നില്ലേ? ഓ പിന്നെ എടുത്തിറക്കണോ? എന്താ വേണ്ടേ? ഓ എന്താ വേണ്ടേ? ഇറങ്ങണോ? വാ 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 ഇങ്ങ വാ. ഓ എന്താ എന്താ പ്രശ്നം? എന്തോ പേടിയാണോ? പേടിയാണേ. അപ്പൊ ശരി, എടുത്തോണ്ട് ഇറക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ബ്രൗണി. ബ്രൗണി ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ആരോ വളർത്തുന്ന ഒരു കുഞ്ഞു ബ്രൗണിയാണ്. ബീഗിളാണ് ബ്രീഡ്. ആളെ ഞങ്ങളെ വേറെ ഉണ്ട്, അപ്പോൾ വേറെ ഒന്ന് ഇളക്കിക്കാനുള്ള മരുന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് ഒന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ് അല്ലേ? ബ്രൗണിക്കും എല്ലാം അറിയാവോ? വെറ്റിനറി ഹോസ്പിറ്റൽ എന്താന്നൊക്കെ അറിയാവോ? അയ്യോ വീണോ? തെറിച്ചു. അത് പതുക്കെ ചവിട്ടണം. ആള് കയറി നിൽക്കുന്നത് കണ്ടാന്നോ? എവിടെ പോവാ? അതുവഴിയൊന്നും കയറണ്ട, ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇങ്ങനെ. ആ അതുവഴിയൊന്നും പോകണ്ട, അവിടെ ഇരുന്നോണം. കുറച്ച് നേരം കഴിയുമ്പോൾ കയറും, അത് നമ്മൾ പിന്നെ കയറാം കേട്ടോ. ആദ്യം കുറച്ചു നേരമെങ്കിലും നീ അവിടെ ഇരിക്കുമോ നോക്കുക. ആദ്യമായിട്ടായതുകൊണ്ട് ഇച്ചിരി സമാധാനമുണ്ട്. 2 പ്രാവശ്യം വണ്ടി കയറിയാൽ സീറ്റ് മുന്നിൽ സീറ്റ് പിടിക്കും, ഫ്രണ്ട് സീറ്റ് തന്നെ പിടിക്കും അല്ലേ? ഇന്ന് തൽക്കാലം നീ താഴെ ഇരിക്കും, ഒരു ദിവസമെങ്കിലും നീ താഴെ ഇരിക്കും. നീ പിന്നെ ഒരിക്കലും ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. നിന്നെപ്പോലെ കുറേ ചേച്ചിമാരൊക്കെ നമ്മുടെ അവിടെ ഉണ്ട്, നിന്നൊക്കെ വലിയ പുള്ളികള്. അത് 3 പേര്, വെളിവില്ലാത്ത 3 എണ്ണം. എവിടെ പോവാ നോക്കട്ടെ? എന്ത് കടിച്ചു പറിക്കുന്നേ? ഇങ്ങോട്ട് വാ, എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കും ആണ് ഞങ്ങളുടെ പരിപാടി. ഇത് വായിക്കാത്തതിലും ഉണ്ടോ? ഇല്ല, വായിക്കാത്തൊന്നും കേട്ടെടുത്ത് കടിച്ചും പറിച്ച് നശിപ്പിക്കല്ലേ കേട്ടോ. തുടങ്ങി പണി തുടങ്ങി അല്ലേ? ഏതാ സ്ഥലം? ഞാൻ ബെൽറ്റ് എടുക്കില്ല. എന്നാ 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 എന്താ ഇവിടെ ആരൊക്കെയാ? എവിടെ പോവാ? എങ്ങോട്ടോ പോവാണോ? ആരാണ്ട് വന്ന് വിളിച്ചപ്പോ? നിന്നെ വളർത്തുന്ന ആള് ഞങ്ങളല്ലല്ലോ. നിന്റെ മുതലാളി എവിടെ? നിന്റെ തള്ളെന്ന് വന്നേക്ക് എന്തിടി? അവരൊന്നും അറിഞ്ഞു പോലും ഇല്ല, ഇറങ്ങി പോന്നേക്കുവാ. ആരോ വിളിച്ചു കയറി വണ്ടിയിലിരുന്ന് അങ്ങ് പോയി. അത്രേ ഉള്ളൂ. നീ വന്നേ, അവിടെ ഒന്നും ഇല്ല നോക്കാൻ. അണ്ടക്കോട്ടൊന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. കയറ്റി ഇവിടെ കിടത്തണ്ടേ, അവിടെ കിടന്നാണ്ടല്ലോ. അവിടെ വരും. എത്ര നേരം ഒന്നും ഉണ്ടെന്ന് നോക്കാം. ആളുടെ ക്ഷമയില്ലാത്തൊരു ജീവിതമായി പോയേ. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഞങ്ങളിങ്ങനെ ആയിപ്പോയി. ഞങ്ങളുടെ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകത ഇതാ, ബീഗിള് 1 മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല. ഇപ്പം തന്നെ ഒരു പുതിയൊരു അന്തരീക്ഷവും എന്തോ ഒരു വല്ലാത്തൊരു സെറ്റപ്പ് കണ്ടുകൊണ്ട് മാത്രം ഒന്ന് ഒതുങ്ങിയേക്കുക. അല്ലാതെ അതൊക്കെ പതിയെ കേറ്. പുറത്തോട്ടൊക്കെ നോക്കി തുടങ്ങി. 15 മിനിറ്റൊക്കെ കാണുമോ അതിന്? ഇല്ല, 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ വരും ആള്. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ.
വണ്ടി കയറിയിട്ട് അങ്ങോട്ട് പോകല്ലേ. ഏതാണ്ട് എടുത്തു. അവിടെ ഒന്നും വേണ്ട കേട്ടോ, അവിടൊന്നും പോകണ്ട കേട്ടോ. ഇവിടെ ഇരുന്നോണം. അങ്ങോട്ട് പോയാൽ ഒരു തല വല്ലതും കൂടിയും കഴിഞ്ഞാൽ പിന്നെ അത് സീറ്റൊക്കെ ഇളക്കേണ്ടി വരും നിന്നെ ഇറക്കാൻ. ഞങ്ങളിവിടെ ബോറടിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടല്ലേ. അതാ പുള്ളിയുടെ പ്രശ്നം. എന്തോ അടി നീ കടിച്ചു തുടങ്ങി. അത് കടിച്ചു പറിക്കാൻ തുടങ്ങി കണ്ടോ. ഒന്നണങ്ങിയിരിക്കാവോ കുറച്ചു നേരം? എന്തോ ഇത് എന്തോ ഈ കടിച്ചു പറിക്കുന്നത്? എന്നിട്ട് എന്താടാ കടിച്ചടിക്കുന്നത്? എന്താ കടിക്കുന്നത്? ഒറ്റപ്പെട്ട് കിടക്കുക മുകളിൽ. വൈകിട്ടൊക്കെ പിന്നെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കുറേയൊക്കെ. എല്ലാവരും തീറ്റയൊക്കെ കൊടുക്കും കുറച്ച്, പക്ഷെ വിരയ്ക്ക് മരുന്ന് ആരും കൊടുക്കുന്നില്ല. ഇനി ഞങ്ങൾക്ക് മുകളിലോട്ട് കയറണം ആണോ? അതാണോ ഉദ്ദേശം? മുകളിൽ കയറ്റമാണോ ഉദ്ദേശം? അവിടെ ഇരുന്നിട്ടൊരു ഇത് വരുന്നില്ല. ഇങ്ങനെ കയറി ഇവിടെ വന്നിരിക്കണമായിരിക്കും. വണ്ടിയിലോട്ട് കയറ്റിയിരുത്തി വലിയ സന്തോഷമാണ്. ഇനി വേണേ കയറണോ? നീ മുള്ളുവോ തൂറുവോ എല്ലാം ചെയ്താൽ എൻ്റെ വണ്ടിയിലിരുന്ന് നിന്നെ ഒന്നും വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല. നിന്നെ എനിക്കറിയാം, നിങ്ങളുടെ കുടുംബക്കാരെ മാത്രം എനിക്കറിയാം. നിങ്ങൾ ആരും ശരിയല്ല. നിന്റെ ഇനം അങ്ങനെ, അവർക്കൊരു ബോധമില്ല. വേറെ വല്ലവന്മാരും ഇനത്തിൻ്റെ ഗുണമാണ് ഇത് ഇനത്തിൻ്റെ ഗുണമാണ്. ബീഗിളിന് ബോധമില്ലെന്നുള്ളത്. ഇങ്ങനെ അലമ്പി നടക്കാനൊക്കെ അറിയത്തുള്ളൂ. അനുസരണേ ഇല്ല. തന്തയേക്കാൾ മോശം അഴുക്ക ചെറുക്കൻ. എന്താ കേറി എന്തോ കുറയ്ക്ക് പോ. മുകളിലോട്ട് കയറ്റി നിർത്തി ഇവിടെ കയറി നിൽക്കോടെ. കയറ്റി നിർത്തണോ? വേണ്ടല്ലേ? നക്കുന്നു. നമ്മളാ മറ്റേ ഇങ്ങോട്ടോ എവിടെ പോവാ? അങ്ങോട്ട് പോവല്ലേ? അകത്തോട്ടങ്ങ് നുഴഞ്ഞു കയറിപ്പോ എന്തെടുക്കാൻ പോവാ? എന്തെടുക്കാൻ പോയതാ? അവിടെ എന്തെടുക്കാൻ പോയതാ? അവിടെ മേടിക്കുന്നീ കേട്ടോ. ചുന്നിരിക്കുന്ന് ഭയങ്കര ചുന്നിരി പെണ്ണാണല്ലോ. നോക്കി ചുന്നിരി പെണ്ണടി മേടിക്കും കേട്ടോ. കണ്ണാലേ കാതൽ കണ്ണാലേ. ഇനി ഞങ്ങൾ കുറച്ചു നേരം മടിയിലിരിക്കാം എന്ന് വിചാരിച്ചു. ഇനി ഞാൻ മടിയിലിരുന്നോളാം. മടിയിലിരുന്നപ്പോൾ കുറച്ച് സമാധാനം കുറച്ച് നേരത്തേക്ക്. പക്ഷെ ഇത് കഴിയുമ്പോൾ ഇനി ഡ്രൈവിംഗ് സീറ്റിലേക്കൊക്കെ വരാനുള്ള സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് നോക്കും. അതൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾ അങ്ങനെയൊക്കെ ആൾക്കാരാ കേട്ടോ. പേടിച്ചിരിക്കുക. പുതിയ സ്ഥലം, പുതിയ ഇടപാടുകൾ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബേബീസ് ഡേ ഔട്ട്, ഫസ്റ്റ് ഡേ ഔട്ട്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അങ്ങോട്ട് പോകാം. എന്തായാലും ഇറങ്ങിയല്ലേ ഇവിടെ. ഇവിടെ നമ്മുടെ ഓരോന്ന് റൂംസ് ആൻഡ് ലാക്സ് പോലത്തെയൊക്കെ ഉണ്ടോ? അവിടെ ചെന്നാൽ അവർ പറഞ്ഞു തരും. വെയിറ്റ് നോക്കിയാൽ മാത്രം മതി വേറെ മരുന്ന് കൊടുക്കാൻ. അല്ല അങ്ങനെ കാര്യമൊന്നുമില്ല. നമ്മളെ വെയിറ്റ് നോക്കുന്ന സാധനം മേടിക്കുന്നതാണ് എളുപ്പം. ടോണിക്കൊക്കെ പറയും അതൊന്നും ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ മേടിച്ചു വെച്ചേക്കാം അല്ലേ? നമുക്ക് കൊടുത്താൽ മതിയല്ലോ. അവര് കൊടുക്കത്തൊന്നുമില്ല. എന്താ ഇവിടെ പോവാ? ഇങ്ങോട്ട് പോവാ. കുഞ്ഞായതുകൊണ്ട് മടിയിലൊക്കെ ഇരുത്താൻ പറ്റും. പോവാ.
ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. ഇവിടെ പുറത്തോട്ട് നോക്കാം, ഇങ്ങോട്ട് എടുത്തോട്ട് ഇറങ്ങിക്കോ. പുറത്തോട്ടൊക്കെ നോക്കാൻ ഇതാ സൗകര്യം, കണ്ടോ? ഇങ്ങനെ നീക്കിത്തരാം, ഞാൻ കൂടെ കയറി നീക്കി. കണ്ടു, നിങ്ങൾ പുറം കണ്ടല്ലോ. ഇനി ഇവിടെ ഇങ്ങനെ അയ്യോ വീണ് 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 അത് കയറും. ആവശ്യം തുറന്നിട്ടാലേ ഉള്ളൂ നോക്കാനൊരു സുഖമേ. മണം കൂടെ കിട്ടണമല്ലോ ഇവർക്ക്. പ്രത്യേകിച്ച് മണം കിട്ടുന്നില്ല, എന്തൊക്കെയോ നീങ്ങുന്നതായിട്ട് കാണുന്നതേ ഉള്ളൂ. എന്തോ ഇത് ആരത് തുറന്നിട്ടാ കുരയ്ക്കും ആദ്യം കാണുമ്പോ. അടാ നീ എന്നൊക്കെ ചോദിക്കും, അടാ നീ എന്ന് ചോദിക്കും. എന്തോ നിന്റെ പ്രശ്നം? അപ്പൊ വീഴും. നോക്കിട്ട് സമാധാനമില്ല. അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ. പെടല് കയറ്, ചവിട്ടി ഇറക്കിയേ. വീഴുമ്പോ ഒരു പിടുത്തം പിടിക്കുക ഉള്ളി. അപ്പൊ നമ്മുടെ കയ്യിൽ നഖം കയറി അങ്ങ് പോകും, ചെറുതായിട്ടൊന്ന് മുറിയും. ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ പോറിയിട്ടുണ്ട് കേട്ടോ. പോറി എന്റെ കൈ മുറിക്കല്ലേ കേട്ടോ. അവന്റെ മുറിഞ്ഞ് മുറിച്ച് വലത്തോട്ട് അകത്തോട്ട് യൂറ്റാൻ അടി. വായിക്കകത്തൊക്കെ പാല് കൊണ്ട് കുത്താടി നമുക്ക് തിരിക്കാൻ പറ്റത്തില്ലേ? വരത്തില്ലേ? കീപ് ലെഫ്റ്റ് എന്നാ എഴുതിയേക്കുന്നത്. ശരിയാ. വായിക്കകത്ത് കൊണ്ട് എന്താ വാലിട്ട് കുത്തുന്നു, അവളെ കുണ്ടി കുത്തുന്നു. ഓ ഈ വീഴും കേട്ടോ. അങ്ങനെ അങ്ങ് നോക്കത്തൊന്നുമില്ല, ഒരുപാടങ്ങ് അഭ്യാസം ഇറക്കരുത്. കൈയെല്ലാം മുറിഞ്ഞു കണ്ടോ. ഊർത്ത നഖമല്ലേ? അധികം ഓടാത്തോണ്ട് നീ ഓടിപ്പിക്കണം. ഓടിച്ചുവിട്ടാ ഓടിയോളും, അയച്ചുവിടാത്തോണ്ട്. അപ്പോ ഇരിക്കാനൊക്കെ പഠിച്ച് കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. മടിയിലൊക്കെ ഇരിക്കുക. ഞങ്ങൾ മടിയിലിരിക്കുകയാണ് അല്ലേ മങ്ങൾ? ആരത്? അവിടെ കൂടെ എടുത്ത എന്തോ എല്ലാ സൈഡിൽ നിന്നും വണ്ടി വന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? നോക്കണ്ടേ? ഓട്ടോ എല്ലാവർക്കും ധൃതിയാ അല്ലേടാ? അല്ലേ ബ്രൗണിക്ക് ധൃതിയുണ്ടോ എവിടെയും പോകാൻ? ഒരു ധൃതിയില്ല. പക്ഷെ പരവേശമാണ് മൊത്തം സമയവും. അലമ്പ്. ഇപ്പൊ അനങ്ങാതിരിക്കുന്നുണ്ടോ? മടിയിൽ ഇരുത്തിയേക്കുന്നുണ്ടോ? അവിടേക്ക് ഇരുന്നാലേ പുള്ളി അനങ്ങാതിരിക്കത്തുള്ളൂ. വലിയ ശല്യം ഉണ്ടാക്കത്തില്ല, കടിയില്ല വലിയില്ല. നമ്മൾ തടവൊക്കെ ഇവിടെ തന്നെ പിടിച്ചിരുത്താൻ ഇവിടെ വേണേ കിടന്നങ്ങ് ഉറങ്ങും. വലിയ അലമ്പൊന്നും ഉണ്ടാക്കത്തില്ല. താഴെ വെക്കാവോ? പുറകിലത്തെ സീറ്റ് ഇരുത്താവോ? ഇവിടെ വരുന്നിടം വരെ പ്രശ്നം. പിന്നെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ആൾക്ക് ഗോൾഡൻ റിട്രീവർ പുറകിലിരിക്കത്തുള്ളൂ. ആ ചോക്കൊക്കെ അറിയാം, ചോക്ക മുന്നിൽ കയറി ഇരിക്കത്തേ ഇല്ല, പുറകിലൊരു കിടപ്പ. ആപ്പിളും അങ്ങനെ തന്നെയാ. പക്ഷെ ഈ ബീഗിൾ ഐറ്റംസ് എല്ലാം ഫ്രണ്ടിൽ കയറണം. ഫ്രണ്ടിൽ കയറി ഇങ്ങനെ നിൽക്കണം. എൻ്റെ ഇവിടെ കയറി അങ്ങനെ നിന്നാ. മറ്റേ ചോക്ക എന്ത് ചെയ്യുന്നറിയാം? ഇവിടെ വരും തല, നമ്മുടെ സീറ്റിന്റെ ബാക്കിൽ തലയുടെ, നമ്മുടെ തലയുടെ ഇപ്പുറത്തൊരു തല കാണാൻ ഇങ്ങനെ നോക്കും. ഇവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കും, ഇങ്ങനെ ടിങ് നോക്കും. മാത്രം ഇയാളെപ്പോഴും ഫ്രണ്ടിലായിരിക്കും. ഈ ടീമുകൾ ഈ ഷിറ്റ്സു ആണ്, ഈ കുഞ്ഞിപ്പെട്ടികളെല്ലാം അങ്ങനെ ആയിരിക്കും കേട്ടോ. ജർമ്മൻ അയ്യോ ഒത്തിരി കുഞ്ഞിപ്പെട്ടികളെല്ലാം ഫ്രണ്ടിൽ കയറിയിരിക്കുക, മേട് കാണിക്കുക, അത് അവരുടെ പണി. ഇവിടുന്ന് തിരിയണ്ടേ? ഇനി നമുക്ക് അവിടെ പോകുമ്പോൾ കാണാമല്ലോ. റൈറ്റ് സൈഡിലല്ലേ? ഹലോ പെറ്റ്സ്, അതല്ല അത് പോരാ, പെറ്റ് ഷോപ്പ്. ഇവിടെ പെറ്റ് ഹോസ്പിറ്റലുണ്ട്, ഇവിടെ ഉണ്ട് സ്റ്റുഡിയോ, ഇത് സ്റ്റൈൽ സ്റ്റുഡിയോ ഇവിടെ ഒരെണ്ണം ഉണ്ട്, എനിക്കറിയാം. അതിപ്പോൾ താൻ നോക്കണ്ടേ? ഞാൻ നോക്കിക്കോളാം.
ഹേ ചുട്കി സിന്ദൂർ, ചുട്കി സിന്ദൂർ, ഹേ ചുട്കി സിന്ദൂർ. കളി തുടങ്ങി. ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അത് വിടത്തില്ലല്ലോ തന്നെ, വിടത്തില്ല. അവർക്ക് ഇങ്ങനെ പരിശ്രമിക്കൊന്നും വേണ്ട. അവിടെ എന്തോ ഒരു പിടുത്തമുണ്ട്, ഇങ്ങോട്ട് വിടത്തില്ല. ഇങ്ങോട്ട് കയറി പോവാ, ഇങ്ങോട്ട് കയറി പോന്നേ. ഇനി ഇവിടെ നിന്നൊക്കെ തിരിയുന്നത് ബുദ്ധിപരമായ നീക്കമായിരിക്കും, അല്ല മുന്നോട്ട് പോയിട്ട് വരാം. അവിടെ ഈ പെട്രോൾ അടിച്ചിട്ടുണ്ടല്ലേ. കടൽ വഴി കയറി അപ്പുറത്തോട്ട് നോക്കുക. പിന്നെ അവിടെയും കൂടെ മുറിക്കണം എന്നെ, കേട്ടോ. ഒന്നിങ്ങോട്ട് ഇറങ്ങാവോ? കേട്ടോ, തോളത്ത് കയറിയോ നോക്കുന്നത്? അവിടെ എന്തോ ബാക്കിലൊക്കെ. ഇവിടെ വന്നിട്ട് എല്ലാം കണ്ടല്ലോ. നമ്മൾ പുതിയത് കാണാൻ പോയതാ. ഇവിടെ ബോറടിച്ചല്ലേ? പുറകെ പോണോ? എന്താ പുറകെ പോണോ നിനക്ക്? എന്തീ സമാധാനമില്ലാത്തൊരു ജീവിതം. ഒരു സമാധാനമില്ല. കണ്ടാലോ ഇതുപോലെ പാവം അല്ലേ? മോന്ത കണ്ടാ പറയത്തില്ലല്ലോ നീ ഇത്ര മേട്, ഇതുങ്ങൾ ഇത്ര മേട് പിടിച്ച സാധനങ്ങളാണ്. ഇരിക്കുന്ന ഇരിപ്പം കാണണം. മറ്റേ കന്യാകുമാരിയൊക്കെ ഭയങ്കര എന്തോ പറയണ്ടേ, കന്യാകുമാരി ഇരിക്കുന്ന പോലെ. കന്യാസ്ത്രീകളൊക്കെ ഉണ്ട്, ചില ഫോട്ടോസൊക്കെ ഉണ്ട് ഇങ്ങനത്തെ. ഭയങ്കര ഇതൊക്കെ ഇട്ടിട്ട്, ഇത് കണ്ടോ, കറുത്തുടുപ്പും ഇട്ടിങ്ങനെ ഇരിക്കും. ശിരവസ്ത്ര പോലെ നിൽക്കുന്നത്, അങ്ങനെ ഇരിക്കും. അതുപോലെ അത് തന്നെ. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്, ഇവരുടെ ഭാവം അതാ, പാവം പോലെ, ഭയങ്കര പാവം പോലെ തോന്നും ഫോട്ടോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ. സ്വഭാവം തന്തയേക്കാൾ മോശം. അഴുക്ക ചേർക്ക കണ്ടോ തുടങ്ങി. സമാധാനം ഇല്ല. എന്ത് നോക്കുന്നേ? നീ വീടും കേട്ടോ ഇവിടെ നിപ്പോ. ഇത്ര നേരം എത്ര മിനിറ്റ് ഉണ്ടാകുന്നത്? ഒരു 3-4 മിനിറ്റല്ലേ ഉണ്ടാകുന്നുള്ളൂ. ആ ഒരു സമാധാനം അതങ്ങ് പോയി കിട്ടി. എന്തുവാടാ ദൂരം മുട്ടുന്ന വല്ലതും ഉണ്ടോ? അങ്ങോട്ട് പോകല്ലേ, അങ്ങോട്ട് പോകല്ലേ, അതിലൊന്നും ദൂരല്ലേ, പുറത്തൊക്കെ ഇറക്കാം. എന്റെ മോനെ, അയ്യോ അയ്യോ, പെടച്ചങ്ങ് കേറുമല്ലേ. കണ്ടോ നിൽക്കുന്ന കണ്ടോ, എന്തോ കാണുന്ന അവിടെ. അവിടെ ഒന്നും ഇല്ല, അവിടെ ഒന്നും ഇല്ല. നീ അവിടെ പോയി നോക്കിയിട്ട് ഒന്നും കിട്ടാനില്ല കേട്ടോ. അവിടെ ഒന്നും ഇല്ല, വെറുതെ പോയി നോക്കണ്ട. അവിടെ ഇവിടെ സമാധാനമായിട്ടിരിക്കും. ഇച്ചിരി സമാധാനം, കുറച്ചു നേരം സമാധാനിക്ക്. നോക്കട്ടെ സമാധാനം ഉണ്ടോ. നീ എവിടെ? ഞങ്ങളുടെ കുക്കിയൊക്കെ നീ കാണണമെന്ന് എന്തൊരു മര്യാദയാണല്ലോ. അതുകൂടാതെ ഒരു ഹോസ്പിറ്റലുണ്ട്. മുന്നോട്ട് പോയിട്ട് നോക്കട്ടെ. റെക്കോർഡിങ്, യെസ്, റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. നോക്കി അങ്ങോട്ട് നോക്കി, നോക്കി. സമാധാനം ഇല്ലാത്ത ജീവി. കണ്ടപ്പോ തൊട്ട് സമാധാനം ഞങ്ങൾക്കും ഇല്ലല്ലോ. അതില്ല, കളിയില്ല. കടിക്കാൻ പറ്റത്തില്ല, കടിക്കാൻ പറ്റത്തില്ല, കടിക്കാനൊന്നും പറ്റത്തില്ല. ഗ്ലാസ് തുറന്നിട്ട് ഇപ്പം ഇറങ്ങി ഒന്നും കുരയ്ക്കും. ഇത് മണം കിട്ടാത്തതുകൊണ്ടൊക്കെ അവിടെ കൂടെ ആരാ പോകുന്നത് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ സാധനങ്ങൾ പോകുന്നു, എല്ലാം മനസ്സിലാക്കി നോക്കി കുരയ്ക്കാതെ ഉണ്ട് അല്ലേ. ചെവിക്കകത്ത് കയറി നക്കേണ്ട ആവശ്യമൊന്നും ഇപ്പം ഇല്ല ഇവിടെ. ഓ ചേടാ, എന്തോ ഇത് ഓൾറെഡി മുറിഞ്ഞിരിക്കുന്നു. അതിന്റെ മണ്ടയ്ക്ക് ഇനി നീ കൈ മുറിക്കാൻ ഇറങ്ങിയതാണ്. ഇവർക്ക് ഒരു പരിവായില്ല എൻ്റെ കൈയൊക്കെ. നക്കുന്ന പറഞ്ഞേ. അങ്ങനെ നക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പെടലിക്ക് കയറി നക്കരുത്, അതെനിക്കിഷ്ടമല്ല.
ബേബീസ് ഫസ്റ്റ് ഡേ ഔട്ടാ. യൂട്ടേൺ എടുത്തു. ഓക്കെ, യൂട്ടേൺ. നിനക്ക് എന്തുവാടാ പുറയിൽ ഏതാണ്ട് ഉണ്ടെന്നാ പുള്ളിയുടെ വിചാരം. പോയി നോക്കിയിട്ട് വാ. അവിടെ പോണോ? കണ്ടോ? കാണുന്നുണ്ടോ വല്ലതും? മുള്ളു പോലെ കേട്ടോ നഖം. മുള്ളു പോലെ ഇരിക്കുന്നു നഖം. ഒന്ന് അടങ്ങിയിരിക്കൻ്റെ. ഓഹ്, ഇത് കണ്ടു. തുടങ്ങി പ്രശ്നം തുടങ്ങിയോ നിനക്ക്? അങ്ങോട്ട് വരണം. ഇപ്പൊ മനസ്സിലായോ? പറഞ്ഞില്ലേ ഇവിടെ നിന്നിട്ട് പറ്റുന്നില്ല. ഇനി അവിടെ വരണം. പോകാനൊന്നും പറ്റത്തില്ല. ഒന്നേ മസിൽ പിടിക്കും. ഉണ്ടോ? ചേടാ ഇതെന്തിരിപ്പാ? എന്തോ അതിന്റെ പ്രശ്നം എന്ന് പറ. ഭയങ്കര കൂളാ കണ്ടോ? ഇതൊന്നും പുള്ളി അറിയുന്നൊന്നും ഇല്ല. നടന്നു ഞങ്ങളുടെ നേച്ചറല്ലേ, ഞങ്ങളിങ്ങനെയാണ് ബായ്. എന്തോ നിർത്തിയിട്ടേക്കുന്നാണോ നോക്കിയത്? അലമ്പൻ. നക്കൊന്നും വേണ്ട. ഞങ്ങൾ സമാധാനമായേ. ഇനി ഞങ്ങൾ കുറച്ചു നേരം സമാധാനിച്ചിരിക്കുക. അങ്ങനെ വലിയ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. കിടന്നു അലമുണ്ടാക്കാൻ. അയ്യോ തുടങ്ങിയോ? ഞാൻ ഓർത്ത് സമാധാനമായെന്ന്. കളിപ്പിച്ചാണോ നീ? എനിക്ക് തോന്നുന്നു ക്യാമറ ഓൺ ആയപ്പോ കളിക്കാൻ തുടങ്ങി അവള്. അത്രയും നേരം ഒരു അനക്കവും ഇല്ല അവിടെ. ഞാൻ ഓർത്ത് ഇച്ചിരി സമാധാനം കിട്ടിയെന്ന്. സമാധാനം ഇല്ലാത്തതിനിടയിൽ വെടി നിർത്തൽ പ്രഖ്യാപിച്ചു എന്നാ വിചാരിച്ചു. പക്ഷെ അല്ലല്ലേ. മതി അത്ര മതി. എന്നാലും ആ ഒരു അത്ര ഹൈപ്പർ അല്ല. കിടന്നു. ഇനി തട്ടി നോക്കാം. അവിടെ കാണും. ഇല്ലടാ, പറ്റുന്നില്ലടാ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ. അയ്യോ, എന്തോ ചെയ്യണമെന്നൊക്കെ ആലോചിക്കുന്നോ? അവിടെ നോക്കിയിട്ട് ഞാൻ എന്തോ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അങ്ങ് എഴുന്നേക്കുവാ. എന്തെങ്കിലും ചെയ്തില്ലല്ലോ എങ്ങനെയാന്ന്? വെറുതെ എങ്ങനെ ഇരിക്കുന്നേ അല്ലേ? വെറുതെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ മതിയോ? പെട്ടെന്ന് മറന്നു പോയോന്ന്. നിനക്ക് പണിയുള്ളതാണെന്ന്. വീട് തുടങ്ങട്ടെ. ഇച്ചിരി സമാധാനത്തിലാ. ഇത് കാണത്തില്ലല്ലേ? ഇന്ന് കാണാമോ? ഇതിനകത്തൊന്നും കാണത്തില്ലായിരിക്കും. വീഡിയോ പ്ലേ ചെയ്താൽ കാണുമായിരിക്കും. ഇല്ല കേട്ടോ. അയ്യോ, കിടന്നു. ഇല്ലേ, കിടന്നില്ലേ? കിടന്നു. ഉറങ്ങാൻ പോവാണോ? കിടന്നു. കണ്ണൊക്കെ മൂടി തരാം. കിടന്നു ഉറങ്ങി. പെട്ടെന്ന് സ്വിച്ച് ഇട്ട് പോലും ഉറങ്ങിക്കളയും. ഞങ്ങൾ വേറെ പ്രത്യേകതയാണ്.
ഇത്രയും പാവം പിടിച്ചൊരു കൊച്ചിനെ പറ്റിയാണോ നേരത്തെ ഈ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞത് അല്ലേ? കണ്ടോ ഇത്രയും നല്ലൊരു കൊച്ച് കൊണ്ട് കിടക്കുന്നേ. പാവം ഉറങ്ങുമ്പോ ഭയങ്കര പാവ ബീകള്. ഉണർന്നു കഴിഞ്ഞാലേ ഉള്ളു പ്രശ്നം. ഏറ്റവും പാവം ഉറങ്ങുമ്പോ ബീകള്. മറ്റു പട്ടികളൊന്നും ഇപ്പൊ ഉറക്കത്തിൽ ഇത്ര പാവം പോലെ തോന്നുന്നത്. ഉറങ്ങിയിട്ടില്ല, ചുമ്മാ കിടന്നേ ഉള്ളൂ. ഏത് സമയത്തും നിങ്ങൾക്ക് എഴുന്നേറ്റ് എന്തും ചെയ്യാം. അതാണല്ലോ നമുക്ക് എന്റർടൈൻമെന്റ്. കയ്യൊക്കെ ബ്ലേഡ് വെച്ച് മുറിച്ചേക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ എന്തൊരു കഷ്ടം, ഇത് നീറും ഇനി എല്ലാ ദിവസം കുളിക്കും. കരിഞ്ഞു പോവായിരിക്കും അല്ലേ? ഇവരെന്തിനാ ഹോൺ അടിക്കുന്നത്? കിടന്നു കളഞ്ഞു, അനക്കമില്ല. ഇനി അവിടെ ഇറക്കുമ്പോൾ മാത്രമേ എനിക്കൊരു ശബ്ദം ഉണ്ടാകത്തുള്ളൂ. ഉറങ്ങി ആ പറഞ്ഞല്ലേ, അത് എവിടെ എങ്ങനെയാണെന്നൊന്നും ഇല്ല അവർക്ക്. പെട്ടെന്ന് ഉറങ്ങുക, പെട്ടെന്ന് എഴുന്നേറ്റ് പണി തുടങ്ങുക, വീണ്ടും ഉറങ്ങുക, സ്വിച്ച് ഇട്ട് പോലെ ഉറങ്ങിക്കളയും. കിടന്നിട്ട് അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല. അത് എവിടെ കിടക്കുന്നൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ, അതിപ്പോ കിടന്നുറങ്ങുക ഇച്ചിരി ബുദ്ധിമുട്ടാ. അവിടെ കിടന്ന് ഉറങ്ങി, ഉറക്കം വന്നാൽ എവിടെ കിടന്ന് ഉറങ്ങിക്കോണമെന്നാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? ഉറക്കം പിടിച്ചോണ്ട് നടക്കരുത്. ഉറക്കണമെന്ന് തോന്നി എവിടെ നിർത്തിയാണല്ലോ ഉറങ്ങിക്കോണം. അത് നമ്മൾ ചെയ്യത്തില്ല. വേറൊരു ജീവി ഉണ്ടാകത്തില്ലല്ലേ ഈ ഉറക്കം വിളിച്ചോണ്ട് നടക്കുന്നത്? മനുഷ്യനല്ലേ വേണത്തുള്ളൂ ഇങ്ങനെ ഉറക്കമില്ലാതെ. മറ്റു ജീവികളൊക്കെ കൃത്യസമയത്തിന് ഉറക്കം വന്നാൽ അങ്ങ് ഉറങ്ങും. അത് രാവും പകലും ഒന്നും ഇല്ല. ഉറങ്ങണം തോന്നിയാ കഴിക്കാൻ തോന്നും കഴിക്കുക, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യണം തോന്നും അപ്പൊ ചെയ്യുക, ജീവിച്ച് മരിക്കുക. അല്ലാതെ ഇതെല്ലാം അടക്കി പിടിച്ച് ജീവിക്കുന്ന മനുഷ്യനേ ഉള്ളൂ. വിശന്നാ അത് കഴിക്കത്തില്ല, പിന്നെ കഴിക്കാന്ന് വിചാരിക്കുക, ഫാസ്റ്റിംഗ് എടുക്കുക. എന്തേലും തിന്നണമെന്ന് പറഞ്ഞാലും അതും തിന്നത്തുമില്ല. തിന്നണാത്തൊക്കെ തിന്നുകയും ചെയ്യും. ഉറങ്ങിപ്പോയി, ഞങ്ങൾ ഉറങ്ങിപ്പോയി.